കൊക്കോയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച വിലവർധനയിൽ പ്രതീക്ഷയർപ്പിച്ച് കർഷകർ. ചരിത്രത്തിലാദ്യമായി ഉണക്ക കൊക്കോയുടെ വില 1000 രൂപയും കടന്നു. പക്ഷേ കൊക്കോയുടെ വിലവർധനവിൽ ഇടുക്കിയിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഉൽപ്പാദനക്കുറവും വന്യമൃഗശല്യവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇടുക്കി ഹൈറേഞ്ചിലാണ് ഉയർന്ന വില ലഭിച്ചത്. ഉണക്ക കൊക്കോയ്ക്ക് 1000-ന് മുകളിൽ വില ലഭിക്കുന്നുണ്ട്. പച്ച കൊക്കോയ്ക്ക് കിലോയ്ക്ക് 250 മുതൽ 300 വരെ വിലയായി. സംസ്ഥാനത്ത് കൊക്കോ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഹൈറേഞ്ച് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയ്ക്ക് ഗുണമേന്മയും കൂടുതലാണ്. അതിനാൽ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾ ഇവിടെ നിന്നും കൊക്കോ സംഭരിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. അതേസമയം കടുത്ത വേനലുണ്ടാക്കിയ ഉണക്ക് മൂലം വിലവർധനവ് കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യാത്ത സാഹചര്യമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വേനൽമഴയിലുണ്ടായ കുറവാണ് ഉൽപ്പാദനം കുറയാൻ കാരണം. പൂ വിരിയുന്നത് കടുത്ത ചൂടിൽ കൊഴിഞ്ഞു പോവുകയാണ്. ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചുയരാൻ കാരണം. ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മറ്റു കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങിക്കരിയുകയാണ്. കിണറുകളിലും കുളങ്ങളിലും വെള്ളം വറ്റിത്തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുന്നു. ഇതുമൂലം ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനവുണ്ടായെങ്കിലും അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.